അറിയിച്ചു പറയുകയാണ് വാർത്തകൾ ലഭിക്കുന്നില്ല, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന്. അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ്. ബംഗാളിൽ BJP-ക്കാരായ ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് മുസ്ലിങ്ങളാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിമായിട്ടുള്ള മമതയാണ്. മമത പുറമോടിയിൽ മാത്രമാണ് ഒരു യുക്തിവാദി, മറിച്ച് അവർ ഒരു മുസ്ലിമാണ് എന്നാണ് സംഘപരിവാറിന്റെ വാദം. അതായത് ബംഗാളിൽ നല്ല അടിയാണ് BJP-ക്കാർക്ക് കിട്ടിയിട്ടുള്ളത്. സംഘികൾക്ക് നല്ല രീതിയിലുള്ള അടി കിട്ടിയിട്ടുമുണ്ട്. ചില ആളുകൾക്ക് ക്രൂരമായ മർദ്ദനവും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളോട് കൃത്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ, അതൊക്കെ പക്ക വ്യാജമാണ്. അതായത് സംഘപരിവാറിന്റെ IT സെല്ലുകൾ ബംഗാളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പേക്കുത്തുകളാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബംഗാളിൽ തിരഞ്ഞെടുപ്പിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും BJP-യുടെ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. BJP-യുടെ പ്രവർത്തകർക്ക് കണ്ടം വഴി ഓടേണ്ടി വന്നു. അവരിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവർക്ക് മറ്റു പല രീതിയിലുമുള്ള നഷ്ടങ്ങളും ഉണ്ടായി. അതായത് തിരഞ്ഞെടുപ്പിന് മുൻപ് BJP തൃണമൂലിനെ വേട്ടയാടി, അധികാരം കിട്ടിയതിനു ശേഷം തൃണമൂൽ BJP-യെ വേട്ടയാടി. അതായത് രാഷ്ട്രീയ സംഘർഷം എന്ന് ചുരുക്കം. ഇവിടെ എവിടെയും മുസ്ലിങ്ങൾക്ക് ഒരു റോളുമില്ല. പക്ഷേ സംഘപരിവാർ പറയുന്നത്, BJP-യുടെ IT സെൽ പറയുന്നത് മുസ്ലിങ്ങളാണ് സംഘികളെ ഇല്ലാതാക്കിയത് എന്ന്. സംഘികൾ എന്ന് അവര് പറയുന്നില്ല, നമ്മളാണല്ലോ പറയുന്നത്. പായൽ റോത്കിയെ പോലെയുള്ള BJP-യുടെ സൈബർ രംഗത്തുള്ള നടിമാരൊക്കെ പറയുന്നത് ഹിന്ദുക്കളെ വേട്ടയാടി കൊല്ലുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ BJP-ക്കാര് ഹിന്ദുക്കളാണ് എന്ന് BJP-ക്കാർ പറയുന്നുണ്ട് എങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ഹിന്ദുക്കളല്ലേ? അതിൽ ബഹുഭൂരിപക്ഷവും ഉള്ളത് ഹിന്ദുക്കളല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? കാരണം രണ്ട് വിഭാഗത്തും ഹിന്ദുക്കൾ ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഹിന്ദുവിനെ വേട്ടയാടുന്നു എന്ന് പറയുന്നത്? ഇതൊക്കെ സംഘപരിവാറിന്റെ വളരെ മോശമായ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ സംഘർഷത്തെ വർഗീയ കലാപമാക്കാനുള്ള സംഘപരിവാറിന്റെ സൈക്കോളജിക്കൽ മൂവ്. അത് മാത്രമല്ല, മമത എന്ന ധീരയായ വനിതയെ അവർ മുസ്ലിമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഘപരിവാർ പ്രവർത്തകർ, അതായത് ബംഗാളിലെ സംഘികൾക്ക് മുസ്ലിങ്ങളെ വേട്ടയാടണം, നിരപരാധികളായിട്ടുള്ള ഹിന്ദുക്കളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മുസ്ലിങ്ങളുടെ വീടുകളിലേക്ക് കയറ്റിവിടണം. അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കളെ അവർ വേട്ടയാടുന്നു എന്ന്. യഥാർത്ഥത്തിൽ രണ്ട് വിഭാഗത്തും ഹിന്ദുക്കളുണ്ട്. ഈ വിഭാഗത്തുള്ള ഹിന്ദുക്കൾ, അതായത് BJP-യുടെ ഭാഗത്തുള്ള ഹിന്ദുക്കൾ തീവ്ര ഹിന്ദുത്വരാണ്. ഇത് നല്ലവരായ ഹിന്ദുക്കളാണ്. പരസ്പരമുള്ള ഏറ്റുമുട്ടലിനിടയിൽ നടക്കുന്ന സംഭവത്തിലേക്ക് വരെ മുസ്ലിങ്ങളെ കൊണ്ടുവരുന്നു. മമത മുസ്ലിങ്ങളെ അനുകൂലിക്കുന്ന നേതാവാണ് എന്ന് പറയുന്നു. ഇതൊക്കെ ചെയ്യുന്നത് കേവലമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ വളരെ ഗുരുതരമായി കാണേണ്ടതുണ്ട്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BJP-യുടെ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അതായത് തൃണമൂലിനകത്തെ മുസ്ലിങ്ങളാണ് സംഘപരിവാറിനെ വേട്ടയാടുന്നത്, സംഘികളെ ആട്ടിയോടിക്കുന്നത്, സംഘികളെ നാടുകടത്തുന്നത് തൃണമൂലിനകത്തെ മുസ്ലിങ്ങളാണ് എന്നും അതൊക്കെ ചെയ്യിപ്പിക്കുന്നത് മമതയാണ് എന്നുമാണ് സംഘപരിവാർ വ്യാജ പ്രചരണമായി അഴിച്ചുവിടുന്നത്. ഇതൊക്കെ പൊളിച്ചെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതായത് കേവലമായ രാഷ്ട്രീയ സംഘർഷത്തെ ഒരിക്കലും ഞാൻ രാഷ്ട്രീയ കൊലപാതകങ്ങളെ പുച്ഛത്തോടെ കാണുന്നില്ല. അതായത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ആര് കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും, ഇനി ഏത് മതക്കാരൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും, ഏത് സംഘടനാ പ്രവർത്തകൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും കൊലപാതകം തീർച്ചയായും നമ്മൾ എതിർക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു മതത്തെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഈ സംഘർഷത്തെ BJP ഉപയോഗിക്കുന്നത് തീർത്തും അടുത്ത ബംഗാളിലെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നല്ലവരായ സമൂഹം അത് ഒരു പരിധിവരെ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ BJP-യുടെ ഈ സൈക്കോളജിക്കൽ മൂവിനെ പൊളിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.